ദൃശ്യം 3യുടെ റിലീസിന് മുമ്പായിട്ട് ജിത്തു ജോസഫിന്റെ വക മറ്റൊരു ത്രില്ലർ വലതുവശത്തെ കള്ളൻ. ഡിനു തോമസ് ഹീലനാണ് ഇതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. ബിജു മേനോൻ, ജോജു ജോർജ്, ലിയോണ ലിഷോയ്, ലെന തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം ക്രൈം ഡ്രാമ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. സാമൂഹിക പ്രവർത്തകയായ ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ്, അതിനെ തുടർന്നുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുമൊക്കെയാണ് വലതുവശത്തെ കള്ളൻ എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആവറേജിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ക്രൈം ഡ്രാമയാണ് വലതുവശത്തെ കള്ളൻ. ആദ്യത്തെ ഒരു 40-45 മിനിറ്റ് ക്ലീഷേ സീനുകളുടെ പൂരം ആണ് എന്ന് പറയാം. നമ്മൾ കണ്ടുമടുത്ത രംഗങ്ങളും സീരിയൽ ലെവൽ എന്ന് പറയാവുന്ന മേക്കിംഗ് ഒക്കെ ആയിട്ട് അത്രയും നേരം പോയിട്ട് പിന്നെ ഒരു ക്രൈം പടത്തിൽ നടക്കുന്നിടം തൊട്ട് സിനിമ ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്നുണ്ട്. അപ്പോൾ മുതൽ നമുക്കൊരു ജിത്തു ജോസഫ് സിഗ്നേച്ചർ പടത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ നൈസ് ആയിരുന്നു. പടത്തിന്റെ ഏറ്റവും പോസിറ്റീവ് തന്നെ ഇതിന്റെ ഇന്റർവെൽ ആണെന്ന് പറയാം. അവിടെ തൊട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു 3/4 ഭാഗവും പടം അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആണ്. സോ ചില എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് പിന്നീട് പടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം. സോ ആക്ച്വലി അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു തിരക്കഥയായിരുന്നു. പക്ഷെ ഇതിന്റെ മേക്കിംഗ് വളരെ ദുർബലമായി പോയി എന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്പൂർലൂസ് അഥവാ ദ വാനിഷിംഗ് എന്നൊരു ഡച്ച് ഫിലിം ഉണ്ട്. 1988 ഇറങ്ങിയാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് റിവ്യൂ ചെയ്തൊരു പടമാണ്. അതിലെ ഒരു ബേസിക് ഐഡിയ ഈ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിസണേഴ്സ് ഒക്കെ പോലെ കുറെ സിനിമകളുടെ ഒരു ഇൻഫ്ലുവൻസും ഇതിന്റെ തിരക്കഥയിൽ നമുക്ക് കാണാൻ പറ്റും. കർത്താവിനെ തൂക്കിലേറ്റിയപ്പോൾ വലതുവശത്തും ഇടതുവശത്തും ഓരോ കള്ളന്മാരുണ്ടായിരുന്നല്ലോ. അതില് വലതുവശത്തെ കള്ളൻ ആന്റണി സേവ്യർ എന്ന പോലീസുകാരനാണെങ്കിൽ ക്ലൈമാക്സിലെ പ്രവർത്തികൾ കൊണ്ട് ചെയ്ത തെറ്റുകളൊക്കെ കള്ളത്തരങ്ങളൊക്കെ മായിച്ച് കർത്താവിനെ പോലെ ഒരു വിശുദ്ധി അദ്ദേഹത്തിന് കിട്ടും എന്നാവണം ഈ പടത്തിന്റെ ടൈറ്റിലും കഥയും ഒക്കെ കൊണ്ട് ഉദ്ദേശിച്ചത്. CI ആന്റണി സേവ്യർ ആയിട്ട് വന്ന ബിജു മേനോൻ മികച്ച പെർഫോമൻസ് ആയിരുന്നു. ഒപ്പം തന്നെ ജോജു ജോർജിന്റെ സാമുവൽ ജോസഫ്, രണ്ടുപേർക്കും ഒരുപോലെ തന്നെ പ്രാധാന്യം പടത്തിലുണ്ട്. പക്ഷെ കുറച്ച് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ബിജു മേനോന്റെ ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി. പെർഫോമൻസ് വൈസ് ജോജു ജോർജിന് അതിന് മാത്രം ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ലാത്തതായിട്ട് തോന്നി. അല്ലെങ്കിലും രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കര സംഭവം റോൾസോ അല്ലെങ്കിൽ ഗംഭീര പെർഫോമൻസ് നടത്താനുള്ള സ്കോപ്പോ ഒന്നും തന്നെ ഇല്ല. ഓക്കേഷ് കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ തെരേസയായിട്ട് വന്ന ലെന, SI ദിവ്യയായിട്ട് വന്ന ലിയോണ ലിഷോയ്, മറ്റൊരു പോലീസുകാരനായിട്ട് വന്ന ഇർഷാദ്, എല്ലാവരും ഓക്കെ ആയിരുന്നു. പിന്നെ നിരഞ്ജന അനൂപ്, വൈഷ്ണവി രാജ്, ഗോകുൽ, ഷാജു ശ്രീധർ, മനോജ് KU, അങ്ങനെ കുറേയധികം താരങ്ങൾ സിനിമയിലുണ്ട്. ക്യാമറ സതീഷ് കുറുപ്പ്, എഡിറ്റിംഗ് VS വിനായക്, മ്യൂസിക് വിഷ്ണു ശ്യാം. ഒന്നും തന്നെ അങ്ങനെ എടുത്തു പറയത്തക്ക മികവുള്ളതായി ടെക്നിക്കൽ സൈഡിലൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഡീസന്റ് ആയിട്ട് തോന്നി. ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ ഇതിന്റെ ഒരു മേക്കിങ്ങും പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെയും ഒരു വെബ് സീരീസ് കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു സീരിയൽ വൈബ് ഒക്കെയാണ് തന്നത് എന്ന് പറയാം. ഇതിന്റെ ബേസിക് പ്ലോട്ടിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാതെ പോയി എന്നതാണ് ഒരു മെയിൻ നെഗറ്റീവ് ആയിട്ട് തോന്നിയത്. ഇന്റർവെല്ലിൽ നമുക്ക് തോന്നുന്ന ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഇനി അങ്ങോട്ടൊരു ജിത്തു ജോസഫ് ദൃശ്യം സ്റ്റൈൽ. പക്ഷെ അത് സെക്കൻഡ് ഹാഫിൽ നശിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. പല കാര്യങ്ങളും കൺവിൻസ് ആകുന്നില്ല. അതുപോലെ തന്നെ നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആരോടും കഥയോടും തോന്നില്ല, കഥാപാത്രങ്ങളോടും തോന്നില്ല. കുറെ കോംപ്ലക്സിറ്റി ഇന്റർവെല്ലിന് ശേഷം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും ഒരു ഇമ്പാക്ട് നൽകാൻ പറ്റിയില്ല. പിന്നെ ഓവർ മെലോ ഡ്രാമ, നാടകീയത നിറഞ്ഞ ചില സിറ്റുവേഷൻസും ഡയലോഗുകളും, ഈ ഫെമിനിസം, മെയിൽ ഷോവനിസം ഒക്കെ പടത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒട്ടും സ്വാഭാവികത തോന്നാതെ ഫോഴ്സ്ഡ് ആയിട്ട് തോന്നിയ ചില പൊളിറ്റിക്കൽ സംഭവങ്ങളായിരുന്നു. ഇതിലെല്ലാം ഉപരി വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ്. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ത്രില്ലറുകളൊക്കെ സമ്മാനിച്ച ആളാണ് ജിത്തു ജോസഫ്. പക്ഷെ ഇപ്പോഴും മേക്കിങ്ങിന്റെ ഒക്കെ കാര്യത്തിൽ അദ്ദേഹം ഒരു 2010-2013 കാലഘട്ടത്തിൽ തന്നെയാണെന്ന് പറയാം. പടത്തിലെ ഫ്രെയിംസ് ആണെങ്കിലും ആൾക്കാരുടെ അഭിനയൊക്കെ ആണെങ്കിലും ലൈറ്റ്സ്, ക്യാമറ, ആക്ഷൻ പറയുമ്പോൾ അവർ വന്നു നിന്നിട്ട് അഭിനയിച്ചിട്ട് പോയതുപോലെ കാണുന്ന നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതില് സീരിയസ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ, അതുപോലെ ഡയലോഗ്സ് ഒക്കെ മിക്കവർക്കും തിയേറ്ററിൽ ചിരി വരാനുള്ള അല്ലെങ്കിൽ OTT വരുമ്പോൾ ട്രോൾ മെറ്റീരിയൽ ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ ചുരുക്കത്തിൽ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് മുതൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം ത്രില്ലിംഗ് ആയിരുന്നു എന്ന് തൊഴിച്ചാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയൊരു ഇമ്പാക്ട് നൽകാതെ പോയ ഒരു ആവറേജിന് തൊട്ടടുത്തെത്തിയ ഒരു ത്രില്ലറാണ് വലതുവശത്തെ കള്ളൻ. ബേസിക് പ്ലോട്ടൊക്കെ ഡീസന്റ് ആയിരുന്നെങ്കിലും അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാതെ പോയി എന്ന് തോന്നിയ ഒരു പടമാണ്. മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി. സോ എന്നെ സംബന്ധിച്ച് സിനിമ നിരാശയാണ് സമ്മാനിച്ചത്. കാരണം ഈ ഒരു ടീം വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് ഇമോഷണൽ കണക്ഷൻ ഒക്കെ നൽകുന്ന ഒരു നല്ല ക്രൈം ഡ്രാമ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അത്രയ്ക്കൊന്നും പടം എത്തിയില്ല. സോ നടുക്ക് സാമും വലതുവശത്ത് ആന്റണിയും ആണെങ്കിൽ ഇടതുവശത്ത് കുരിശിലേറിയത് നമ്മൾ പ്രേക്ഷകരാണോ എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. പക്ഷെ ഞാൻ എന്റെ ക്ലീഷേ ഡയലോഗ് പറയാണ്, ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും തികച്ചും വിഭിന്നമായ അഭിപ്രായമായിരിക്കും ഈ സിനിമയെ കുറിച്ച് ഉണ്ടാവുക. സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാം. 2 മണിക്കൂർ 15 മിനിറ്റ് ആണ് റൺ ടൈം. 18+ അല്ല, പക്ഷെ ചെറിയ ചില വയലൻസ് ഒക്കെ സിനിമയിലുണ്ട്. ത്രില്ലർ പടമാണല്ലോ, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.